വബറകാതുഹു. നമുക്കറിയാം, ലോകം ആദ്യം യുദ്ധമാണ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഫലസ്തീൻ, അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ മുസ്ലിങ്ങളുടെ കയ്യിലാണുള്ളത്. അതിനുശേഷം ഫലസ്തീനിൽ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുകയും ഏകദേശം 1940-കൾക്ക് ശേഷമാണ് ഫലസ്തീനിൽ ഒരു ഇസ്രായേൽ അധിനിവേശം, പൂർണ്ണമായൊരു ഇസ്രായേൽ അധിനിവേശമെന്ന് പറയാൻ പറ്റുന്ന ഒരു അധിനിവേശം നടന്നത് 1940-കൾക്ക് ശേഷമാണ്. അതിൽ നമുക്കറിയാം, ഇസ്രായേൽ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഫലസ്തീനെ തങ്ങളുടെ അടുക്കൽ അധീനപ്പെടുത്താൻ ശ്രമിച്ചത്. ആ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഇന്ന് സിറിയ വരെ വ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരവസരത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാധ്യമങ്ങളിലുണ്ട്. മുസ്ലിമും ഇസ്രായേൽ ജൂതന്മാരും തമ്മിലുള്ള പ്രശ്നമാണ് എന്നും, ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നമാണെന്നും, അതുപോലെ ഒരുപാട് ചർച്ചകൾ മാധ്യമങ്ങൾ നമുക്ക് കാണാം. ഈ സമയത്ത് ഈ ഫലസ്തീൻ യുദ്ധം അത് ആരുടെ ലക്ഷ്യമാണ്, എന്ത് ലക്ഷ്യമാണെന്നതിന് ഇപ്പോഴും പല മാധ്യമങ്ങളും വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്?
അവർ അതിൽ ആഹ്ലാദം നടത്തുകയാണ്. നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇസ്ലാമിനെ എതിർക്കുന്ന പല ആളുകളും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം അത് ഒരു മുസ്ലിം പ്രശ്നമായി മാറേണ്ടതുണ്ട്. അത് ഒരു അവരുടെ സമയം രാഷ്ട്രത്തിന് വേണ്ടിയുള്ള നിലനിൽപ്പിന് പോരാട്ടമാണ് നമുക്ക് നടക്കുന്നത് എന്ന് നമുക്കതിനെ ബാധിച്ചോളെ. ഒരിക്കലും അത് ആ ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട ഫലസ്തീനിലെ കുട്ടികളെയൊക്കെ കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അവർക്ക് നമ്മോടുള്ള ശത്രുത വളരെ പ്രകടമാണ്. അവർ നമ്മോട് ചെയ്യുന്ന ഈ ക്രൂരത ഇസ്ലാമിനോട് മാത്രം ചെയ്യുന്ന ക്രൂരതയാണ്. ഇസ്ലാം എന്ന മതത്തെ മുഴുവനായി അടിവേരെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഈ ക്രൂരത നമ്മോട് ചെയ്തു വരുന്നതെന്ന് ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ക്രിസ്ത്യൻസും ചെറിയ തോതിലുള്ള രാജ്യമാണ് ഫലസ്തീൻ. അതുപോലെ ഇസ്രായേലിലെ ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികളെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ള അർത്ഥം. അപ്പോൾ ഫലസ്തീൻ ഇപ്പോൾ മാധ്യമങ്ങൾ നടക്കുന്ന ചർച്ചകൾ ഹമാസും ഇസ്രായേലും ഒരേപോലെ കൊണ്ടുവരില്ലേ എന്നൊരു ചർച്ച ഇപ്പോൾ മാധ്യമങ്ങൾ പ്രസിദ്ധമാകുന്നുണ്ട്. കാരണം ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങളാണ് പൊതുവെ മുസ്ലിം വിരുദ്ധർ പ്രചരിപ്പിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഇവരെന്തായാലും മുസ്ലിങ്ങളെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഇവര് ചർച്ചയിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ ഓല് പറയുന്നുണ്ടല്ലോ, ഇസ്രായേലുകാർ നമുക്കിതൊരു മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നുണ്ട്. ആ മുദ്രാവാക്യം എന്താണെന്ന് താങ്കളൊന്ന് പറഞ്ഞു തന്നാല്. ആ മുദ്രാവാക്യം ജനതയില്ലാത്ത രാജ്യത്തിന് ഒരു ജനത വേണം, അത് രാജ്യമില്ലാത്ത ജനതക്കാണ് എന്നാണ് അവരുടെ. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അവർക്ക് എതിരൊരു ജനത ഉണ്ടാവരുത് എന്ന് ഇസ്രായേലുകാർ അവിടെ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ ഫലസ്തീനെ അവിടെ എന്ത് ചെയ്യുന്നത്, തകർക്കാൻ അവർ കളിക്കുന്നത്. പണ്ട് മുതലേ ഫലസ്തീനെതിരെ അവിടെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഫലസ്തീൻ എങ്ങനെ തകർത്ത് ഫലസ്തീനെ അവരിലേക്ക് കീഴടക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഒരുപാട് രാജ്യങ്ങൾ അവർക്ക് സപ്പോർട്ട് നൽകുന്നതോട് അവർക്ക് മൂർച്ച കൂടുകയാണ്. ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഞങ്ങൾക്ക് കീഴിലുണ്ടല്ലോ എന്ന ഒരു വിശ്വാസം അവർക്ക് വന്നതോടുകൂടി തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫലസ്തീൻ അവർ തകർക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഫലസ്തീനിൽ ഒരുപാട് മുസ്ലിമുകളുണ്ട്. അവിടെ നമ്മുടെ മതമായ ഇസ്ലാം മതത്തിലെ ഒരുപാട് മുസ്ലിമുകളുണ്ട്. ഈ മുസ്ലിമുകളെ അടിവേരിളക്കാൻ വേണ്ടിയിട്ടാണ് ഫലസ്തീനിലെ ആളുകളെ തന്നെ എന്താക്കുന്നത്, അവർ വധിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങൾ ഒത്തുകൂടിയിട്ടാണ് ഇതിന്റെ പിന്നിൽ ഒരുപാട് രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് അവരുടെ ക്രൂരതയിൽ അത് മാത്രമല്ല കാര്യം. അത് കാരണം നമ്മുടെ മുസ്ലിങ്ങൾ അവിടെ എന്ത് വന്നിട്ടും അവർ പിന്മാറുന്നില്ല എന്നൊരു ധൈര്യം എന്താകുന്നുണ്ട് ഇവർക്ക് ലഭിക്കുന്നത് കൂടെ ഇവരെന്താകുന്നുണ്ട്. അത് മുതലെടുത്തുകൊണ്ടാണ് പള്ളികൾക്കൊക്കെ അവർ കാവലിന്ന് പള്ളികളിലേക്കൊന്നും സമ്മതിക്കാതെ, നിസ്കാരത്തിനൊന്നും സമ്മതിക്കാതെ വല്ലാതെ എന്താക്കുന്നുണ്ട്, തള്ളിക്കരയുന്നുണ്ട്. ഫലസ്തീൻ പ്രശ്നം നമുക്കറിയാം, അത് നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ഒരു പ്രശ്നമാണ്. അതിപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഫലസ്തീനെയും ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാം ഫലസ്തീനൊപ്പം അവരുടെ ഇസ്രായേൽ ക്രൂരതകൾക്കെതിരെ നിലകൊള്ളുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.